അതിൽ വളരെ പരിചയസമ്പന്നനായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന് ചെറിയ താല്പര്യക്കുറവുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അത് വളരെ ഉചിതമായൊരു തീരുമാനമാണ്. കാരണം ഈ വി എം സുധീറിനെ പോലെ അല്ലെങ്കിൽ ജി കാർത്തികേയനെ പോലെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നിർഭയമായിട്ടും തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ് തിരുവഞ്ചൂർ. അപ്പോൾ അദ്ദേഹത്തെ പോലെ സീനിയറായിട്ടുള്ള ഒരാൾ ഇപ്പോൾ സതീശൻ്റെ മന്ത്രിസഭയിൽ അംഗമായിരിക്കും വെച്ചാൽ അദ്ദേഹത്തിനും ഒരു എന്താണ് കുറച്ചൊരു വൈക്ലബ്യം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ടോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നതിൽ ആ രീതിയിലൊരു അനൗചിത്യമുണ്ട്. അദ്ദേഹത്തെ പോലെ ഒരാളെ സഭാനാഥനായിട്ട് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. ഈ സഭാനാഥൻ്റെ കാര്യത്തിലൊരു പ്രത്യേകത, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സഭയിലുള്ള 140 മെമ്പർമാരും 139 പേരും അദ്ദേഹത്തെ സാർ എന്നാണ് വിളിക്കുക. അങ്ങനെ എല്ലാവരാലും സാർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് തിരുവഞ്ചൂർ മാറിയിരിക്കുക. അപ്പോൾ സീനിയറായിട്ടുള്ള ഒരാൾക്ക് ആ സ്ഥാനം കൊടുത്തു. അതുപോലെ പ്രോട്ടം സ്പീക്കറായിട്ട് ജി സുധാകരനെ തീരുമാനിച്ചു. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാനെ കൊണ്ടുവന്നു.